നമുക്കിന്ന് വിഷു ആയിട്ട് അമ്പലത്തിൽ പോയി തരാം ഗൈസ്. നമ്മൾ എല്ലാവരും അമ്പലത്തിൽ പോവാണ്. നമ്മളെ ലുക്ക് നല്ല ഭംഗിയില്ലേ? വെറൈറ്റി ഭയങ്കര ഗെറ്റപ്പിലാണ് പോകുന്നത്. അവിടെ എത്തിയിട്ട് ആൾക്കാരെല്ലാം അടർച്ച് പോയിട്ടോ. അമ്പലത്തിൽ പൂജ അടർച്ച് പോയിട്ടുണ്ടോ? വിഷുക്കണി വരെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവണം. സമയം ഇപ്പം ഏകദേശം 9:30 ആയി ഗൈസ്. ഇവിടെ ഫുള്ളും കപ്പിൾസുകളാണ്. ഏട്ടായും വാവാച്ചിയും കളിക്കുന്നുണ്ട്. നമ്മളിത് സിംഗിൾ ആയിട്ട് കുഴപ്പമില്ല. നമുക്ക് പട്ടികളെ വരെ ഇല്ല. ഇനിയിപ്പോ കൂലിക്ക് ബംഗാളികളായിട്ട് എടുക്കണം. അതെ. നമ്മൾ കൂലോത്തമ്പലത്തിലേക്കായിട്ട് പോയിട്ടുണ്ടായിന്. പണ്ട് ഈ വഴി കൂടി നമ്മൾ സ്കൂളിലേക്ക് നടന്നു പോയി. നല്ല രസമാണ് പണ്ട് ഈ വഴി കൂടി സ്കൂളിലേക്ക് നടന്നു പോകാൻ വേണ്ടി. ഒരു കാട് പിടിച്ച സ്ഥലത്ത് കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ അതൊക്കെ ഭയങ്കര പേടി എന്നിൽ കൂടി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി തോത് കുറിയൊക്കെ തൊട്ട് അമ്പലത്തിൻ്റെ പുറത്തൊക്കെ ഞാൻ മൊത്തത്തിൽ നോക്കി. എല്ലാം ആകെ മാറി. പണ്ട് ഞാൻ കഴിഞ്ഞല്ലോ ഞാൻ വിഷുവിന് ഇതുപോലെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോയത്. ഫുള്ള് മാറി. താമരകുളം നല്ല പാങ്ങായിട്ട് വെച്ചിട്ടുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. കാരണം ഒരു വേറെ തന്നെ സെറ്റപ്പിലാണ് താമരക്കുളമൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പക്ഷെ പണ്ടെന്ന് അങ്ങനെയല്ല വലിയൊരു കുളം. ആ കുളം എപ്പോഴും അവിടെ സ്റ്റില്ലുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ തൊഴുതിറങ്ങി ഗൈസ്. നമ്മൾ തൊഴുതിറങ്ങി ഗൈസ്. നമ്മൾ നേരെ വീട്ടിലേക്കാണ്. ഒരുപാട് പണികൾ നമുക്ക് വേറെ ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. പിന്നെ ഒന്നാമത് നമ്മൾ അവിടെ നിൽക്കാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം നമ്മുടെ വളയുന്നത് അല്ല, അതൊരു കാര്യമാണ്. പിന്നെ ഫുള്ള് കപ്പിൾസ് ഫാൻസാറും പിന്നെ ഫുള്ള് കപ്പിൾസ് ഇത് കളി കാണാനില്ല. കപ്പിൾസിനെ തട്ടി നടഞ്ഞ് നടക്കാൻ കഴിയുന്നില്ല. അവരെ കളി കാണാനില്ല. അവർ എന്റെ ശരീരത്തിലില്ല. ഇവിടെ ശരീരത്തിൽ തീരെ ഇല്ല. അതുകൊണ്ട് ബോധം കിട്ടും ഇത് കണ്ടിട്ട്. വീണ്ടും വീണ്ടും ബോധം കിട്ടാൻ വേണ്ടിട്ട് അതിന് മാത്രം ബോധം ഉണ്ട് എനിക്ക്. പിന്നെ അതിൽ കുറെ ഫാൻസ് ഇവരാ വീട് ചെയ്ത് നടക്കാനോ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടാ ഇവര് ഫാൻസിന്റെ ഒരു കാര്യം. ഇപ്പൊ നമ്മൾ വീട്ടിൽ പോട്ടെ ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്.